യെസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ മൂന്നാമത്തെ ഭാഗമായ കോമ്പോസിറ്റ് ഫങ്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റിലേഷൻസും ടൈപ്സ് ഓഫ് ഫങ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോമ്പോസിറ്റ് ഫങ്ഷനാണ്. എന്താണ് ഈ കോമ്പോസിറ്റ് ഫങ്ഷൻ? നമ്മൾ കൺസിഡർ എ ഫങ്ഷൻ ഫ്രം എ ടു ബി. കൺസിഡർ എ ഫങ്ഷൻ ഫ്രം എ ടു ബി. എ എന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എ എന്ന സെറ്റ് സ്റ്റുഡൻസ് ആണെന്ന് കരുതുക, സ്റ്റുഡൻസ്. ബി എന്ന സെറ്റ് അവരുടെ റോൾ നമ്പർ, എക്സാമിനേഷൻ അവർ എഴുതുന്ന റോൾ നമ്പർ ആണെന്ന് കരുതുക. അപ്പൊ എ എന്ന കുട്ടിയുടെ റോൾ നമ്പറാണ് 10 എന്ന് കരുതുക. 10. സാധാരണ റോൾ നമ്പർ 5-6 ഡിജിറ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എ എന്ന കുട്ടിയുടെ റോൾ നമ്പറാണ് 10. ബി എന്നൊരു കുട്ടിയുടെ റോൾ നമ്പറാണ് 11. സി എന്നൊരു കുട്ടിയുടെ റോൾ നമ്പറാണ് 12. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? എഫ് ഫ്രം എ ടു ബി. എ എന്താണ്? സ്റ്റുഡൻസ്. ബി എന്താണ്? അവരുടെ റോൾ നമ്പറാണ്. അപ്പം ഇത് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ അവരെ പേപ്പർ വാല്യുവേഷൻ അയക്കും. അപ്പം അത് ഇങ്ങനെയാണെന്ന് കരുതുക. ബി ടു സി ജി ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഈ റോൾ നമ്പറിനെ മാസ്ക് ചെയ്ത് മറ്റൊരു നമ്പറാക്കി മാറ്റുന്നു, അല്ലേ? ഇത് നമ്പർ മാറ്റിയിട്ട് 101 അട്ടം കൊടുക്കുന്നു, അല്ലേ? വേറൊരു കോഡാണ്, വേറൊരു കോഡിലേക്ക് മാറ്റുന്നു. കാരണം ഈ ഒറിജിനലായിട്ടുള്ള നമ്പർ അറിയാതെക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കോഡിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇതിനെയും മറ്റൊരു കോഡിലേക്ക് കൊടുക്കുന്നു, അല്ലേ? ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ എ എന്ന കുട്ടിയുടെ റോൾ നമ്പറാണത്. ആ റോൾ നമ്പറിനെ മാസ്ക് ചെയ്തിട്ട് വേറൊരു നമ്പറാക്കി മാറ്റിയതാണ്. അപ്പം എ എന്ന കുട്ടിയും ഈ 101 തമ്മിൽ ബന്ധമില്ലേ? ഉണ്ടല്ലോ. ബി എന്ന കുട്ടിയും 102 തമ്മിൽ ബന്ധമില്ലേ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് എന്തുണ്ട്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. ജി കോമ്പോസിറ്റ് എഫ് ഫ്രം എ ടു സി. എവിടുന്നാണ്? എ ടു സി എന്നാണ്, അല്ലേ? എ ടു സി ഫ്രം ജി കോമ്പോസിറ്റ് എഫ് ഫ്രം എ ടു സി. എ ടു സി. എ ആണ് അതിൻ്റെ ഡൊമെയിൻ, സി ആണ് അതിൻ്റെ കോഡൊമെയിൻ. എങ്ങനെയാണ് അത് വരിക? ജി കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇത് എക്സ് ആണെന്ന് കരുതുക. എക്സ് ആണ് കുട്ടീൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കുന്നേരം അവൻ്റെ റോൾ നമ്പർ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ആയിരിക്കും. അത് വീണ്ടും മാസ്ക് ചെയ്യുന്നേരം ഈ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറും? ഇവിടെ എന്തായിട്ട് മാറും? G10 ആണ് 101, G11 ആണ് 102. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. അപ്പം ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഫോർ എക്സ് ബിലോങ്സ് ടു എ. എക്സ് ബിലോങ്സ് ടു എ. ഇതിനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ജി കോമ്പോസിറ്റ് എഫ്. അപ്പം തിരിച്ചാണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി ആണെങ്കിൽ എങ്ങനെ വരും? എഫ് കോമ്പോസിറ്റ് ജി, ഈ ജി എടുത്തിട്ട് ഇവിടെ എഴുതാം, എഫ് എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ കിട്ടുന്നതാണ് എഫ് കോമ്പോസിറ്റ് ജി എന്ന് എഴുതാൻ പറ്റും, അല്ലേ? എഫ് കോമ്പോസിറ്റ് ജി എന്ന് ഇതുപോലെ എഴുതാൻ പറ്റും. ഇനി നോക്കുക, ഈ ഫംഗ്ഷനെ നമ്മൾ എ ടു ബിയിലേക്കുള്ള ഫംഗ്ഷനെ ഞാൻ ഇവിടെ എഴുതി. ഫംഗ്ഷൻ ഫ്രം എ ടു ബി, A10, B11, C12 എന്ന് എഴുതി. എന്താ എഴുതിയത്? A10, B11, C12. ഇതാണ് എ എന്നത്. ജി എന്ന ഫംഗ്ഷനോ? ജി എന്ന ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? 10, 101, 11, 102, 13, 103 ഇങ്ങനെ എഴുതാം. ഇത് ആദ്യത്തെ ഫംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ.
അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ജി കോമ്പസിറ്റ് എഫ് എങ്ങോട്ടാ? എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ ജി കോമ്പസിറ്റ് എഫ് കാണുക എങ്ങനെയാണ്? എ എന്ന് 10ലേക്ക്, 10 101ലേക്ക്. അപ്പം എ 101 വരും. എ 101, ബി 102. ബി എന്താ വരിക? 102. സി എന്താ വരിക? 103. സി എന്താ വരിക? 103 അല്ലേ? ഇത് അങ്ങനെയാണ് ജി കോമ്പസിറ്റ് എഫ് കാണുക. അപ്പം എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്, സി എന്ന സെറ്റ്, ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി, then a function a to c is called g composite f. G composite f of x is equal to g of f of x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, a10, a എന്ന് 10ലേക്ക് ഈ ഫംഗ്ഷൻ എഴുതി, എഫ് എന്ന ഫംഗ്ഷൻ എഴുതി, പിന്നെ ജി എന്ന ഫംഗ്ഷൻ എഴുതി, അതാണ് എഴുതിയത്. എഫ് ജി കോമ്പസിറ്റ് എഫ് എന്ന് പറയുന്നത് ഇവിടെ എയിൽ നിന്ന് എ 101, ബി 102, സി 103, എക്സ് അല്ലേ? എക്സ് ആണെങ്കിൽ എന്താ വരിക? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. ഇനി നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ജി ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x². ഫൈൻഡ് ജി കോമ്പസിറ്റ് എഫ് ആൻഡ് എഫ് കോമ്പസിറ്റ് ജി. ഇത് രണ്ടും കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയായിരുന്നു? ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് എഴുതുക? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുക അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. വാട്ട് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്താണ്? വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? കോസ് എക്സ് എന്ന് കൊടുക്കുക. കോസ് എക്സ് എന്ന് കൊടുക്കുക. ജി ഓഫ് കോസ് എക്സ് എന്ന് കിട്ടി. ഇനി ഈ കോസ് എക്സ് ജി ഫംഗ്ഷനിലെത്തി. ജി ഫംഗ്ഷൻ എന്താണ്? എക്സ് 3x² ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വൈ ആണെങ്കിലോ 3y². അപ്പോൾ കോസ് എക്സ് ആണെങ്കിലോ എക്സിന് പകരം കോസ് എക്സ് കൊടുക്കുക. അപ്പം എന്താ കിട്ടുക? 3cos² x എന്ന് കിട്ടി. ഇതാണ് ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. ഇനി തിരിച്ച് എഫ് കോമ്പസിറ്റ് ജി ഓഫ് എക്സ് എടുത്ത് നോക്കാം. എഫ് കോമ്പസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ്, ഡെഫിനിഷൻ പ്രകാരം എന്താ വേണ്ടത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത് അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് എഫ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു 3x². ഇവിടെ 3x² എന്ന് കൊടുക്കാം. 3x². ഇനി എന്താ? ഫംഗ്ഷൻ എഫിലെത്തി. എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. എഫ് ഓഫ് വൈ ആണെങ്കിലോ കോസ് വൈ. എഫ് ഓഫ് 3x² ആണെങ്കിലോ കോസ് 3x². എന്താ വരിക? കോസ് 3x² എന്ന് കിട്ടി. അപ്പോൾ ജി കോമ്പസിറ്റ് എഫ് 3cos² x ആണ്. എഫ് കോമ്പസിറ്റ് ജി എന്താണ്? കോസ് 3x² ആണ്. ഇത് രണ്ടും സെയിം ആണോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കണം എന്നില്ല? ജി കോമ്പസിറ്റ് എഫും എഫ് കോമ്പസിറ്റ് ജിയും ഈക്വൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ജി കോമ്പസിറ്റ് എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പസിറ്റ് ജി. അപ്പം ഇങ്ങനെയാണ് ഈ ഫങ്ഷൻസ് ഒക്കെ തന്നാൽ നമ്മൾ ജി കോമ്പസിറ്റ് എഫും എഫ് കോമ്പസിറ്റ് ജിയും കാണുന്നത്. ഈ സെക്ഷനിൽ മറ്റൊരു പോയിന്റാണ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻ. അപ്പോൾ ഇൻവെർട്ടിബിൾ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഇൻവെർട്ടിബിൾ ആണോ നോക്കാൻ രണ്ട് തരത്തിലാണ് നോക്കുക. ഒന്നാമത്തത് എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ എന്താണ്? ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു, ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിൽ ഇൻവെർട്ടിബിൾ ആണ്. അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആയിരിക്കും. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. ഒന്ന്. പിന്നെ ഇപ്പം നമ്മൾ കോമ്പോസിഷൻ പഠിച്ചു. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനിൽ ജി കോമ്പോസിറ്റ് എഫ് പഠിച്ചു അല്ലേ? ജി കോമ്പോസിറ്റ് എഫ്, എഫ് കോമ്പോസിറ്റ് ജിയും പഠിച്ചു.
അപ്പോൾ ജി കോമ്പസിറ്റ് എഫ് കിട്ടുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് കരുതുക. എഫ് കോമ്പസിറ്റ് ജി കിട്ടുന്നതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ജി ഓർ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയും അല്ലേ. ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് എഫ് 11/2 ആണെങ്കിൽ 11/2 എന്ന് പറഞ്ഞാൽ എന്താ, ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആണ്. തിരിച്ച് പറയാം, ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണെന്നും പറയാം. ഈ ഒരു മെത്തേഡ് നമ്മൾ ഇൻവേഴ്സ് കാണാൻ ഉപയോഗിക്കുന്നു. മറ്റൊരു മെത്തേഡാണ് ഈ നമ്മൾ കോമ്പസിറ്റ് ഫംഗ്ഷൻ ഇപ്പോൾ പഠിച്ചു. ജി കോമ്പസിറ്റ് എഫ് കിട്ടുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. എഫ് കോമ്പസിറ്റ് ജി കിട്ടുന്നതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയും. എന്താ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, 1 തന്നെ വരിക അല്ലേ, ഒരു എലമെൻറ്റ് ആ എലമെൻറ്റിലേക്ക് തന്നെ വരിക. 2 ആണെങ്കിൽ 2ലേക്ക് തന്നെ വരിക അല്ലേ, 3 ആണെങ്കിൽ 3ലേക്ക് തന്നെ വരിക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് 1 ആണെങ്കിൽ 1, എക്സ് 2 ആണെങ്കിൽ 2, എക്സ് 3 ആണെങ്കിൽ 3 ഇല്ലേ. ഇതിനാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഐ എക്സ് എന്ന് പറയും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പം ജി കോമ്പസിറ്റ് എഫ് ഐ ആകുക, എഫ് കോമ്പസിറ്റ് ജി ഐ ആകുക. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഇൻവേഴ്സ് കാണുക. നോക്കാം, നമുക്ക് രണ്ട് രീതിയിലും കണ്ടു നോക്കാം. നോക്കാം, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ അല്ലേ, given by f of x equal to 2x plus 3 അല്ലേ. ഈ എഫ് എന്ന ഫംഗ്ഷൻ 2x plus 3 എന്നുള്ള ഫംഗ്ഷൻ ആർ ടു ആറിൽ നിന്നാണ്. എന്താ കാണിക്കേണ്ടത്? ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. എഫ് ഈസ് ഇൻവെർട്ടിബിൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ആർ ടു ആറിൽ നിന്ന് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 നമ്മൾ കാണിക്കേണ്ടത് ദിസ് ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവെർട്ടിബിൾ. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. എഫ് ഈസ് 1 and 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ കോമ്പസിഷൻ ഫംഗ്ഷൻ വെച്ചിട്ടും കാണാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ആദ്യം 1 and 1 ഫസ്റ്റ് മെത്തേഡ് വെച്ച് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 എങ്ങനെയാണ് നമ്മൾ 1 ആണോ നോക്കുക? 1 ആണെന്ന് എങ്ങനെയായിരുന്നു നോക്കാറ്? എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എന്ത് കിട്ടണം? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. നോക്കുക, ഇവിടെ കിട്ടും നോക്കുക. 2x1 plus 3 ഈക്വൽ ടു 2x2 plus 3 ഇങ്ങനെയല്ലേ കിട്ടുക? 3 കട്ട് ചെയ്ത് പോയി. ഇംപ്ലൈസ് 2x1 ഈസ് ഈക്വൽ ടു 2x2. 2 കട്ട് ചെയ്ത് പോയാൽ x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ദർഫോർ എഫ് ഈസ് 1 എന്ന് കിട്ടി. എഫ് ഈസ് 1 അല്ലേ. 1 മാത്രമായാൽ ഇൻവെർട്ടിബിൾ ആയിരിക്കില്ല. എന്തുകൂടി വേണം? ഓൺ ടു കൂടി വേണം അല്ലേ. ഓൺ ടു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുക? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഇങ്ങനെയാണ് ചെയ്യാറ്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 2x plus 3 ഈക്വൽ ടു വൈ. അപ്പം 2x ഈക്വൽ ടു y മൈനസ് 3 എന്ന് എഴുതാം. x ഈക്വൽ ടു y മൈനസ് 3/2 ഇങ്ങനെ എഴുതാം. ഇവിടെ y ഇങ്ങനെ എടുക്കാറ് നമ്മൾ എ ടു ബി ആർ ടു ആറിൽ നിന്നാണ് ഈ ഫംഗ്ഷൻ. ആർ ടു ആറിൽ നിന്നാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ y എടുക്കുന്നത് ഈ ആറിലാണ്. y എലമെന്റ് ഇൻ ആർ, കോഡമൈൻ ആറാണത് അല്ലേ. ഇവിടുത്തെ കോഡമൈൻ ആറിലെ y എടുക്കുന്നത്. കോഡമൈൻ ആറിലെ y എടുത്താൽ
അതിനൊരു പ്രീമേജ് ഉണ്ടോ നോക്കുക അല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രീമേജ് ഉണ്ടാവും. ഏത് റിയൽ നമ്പർ y എടുത്താലും y-3/2 ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എന്തുണ്ട്? പ്രീമേജ് ഉണ്ട് അല്ലേ? ദിസ് ബിലോങ്സ് ടു R അല്ലേ? ഇത് ഏതിലാണ്? ഡൊമെയിൻ ആറിലാണ് അല്ലേ? therefore f is on2. അപ്പോൾ നമ്മളിവിടെ കിട്ടി f is 1 and f is on2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം f is എന്ത് പറയാം? ബൈജക്റ്റീവ് എന്ന് പറയാം. അപ്പം ബൈജക്റ്റീവ് ആണെങ്കിൽ എന്ത് പറയാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ആയിരിക്കും ഇവിടുന്ന് ഇവിടേക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു y-3/2. വൈ എങ്ങോട്ടാണ് പോകുന്നത്? y-3/2ലേക്കാണ് പോകുന്നത്. എഫ് ഓഫ് വൈക്ക് വരെ എക്സ് എഴുതിയാലും മതി. അപ്പോൾ എന്താ വരിക? y-3 എന്ന് വരെ x-3/2. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇൻവേഴ്സ് ഫംഗ്ഷൻ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലേ? ബൈജക്റ്റീവ് ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ആ ഇൻവേഴ്സ് കണ്ടെത്തുക ഇങ്ങനെയാണ്. ഇത് 1 ആണെന്ന് പറയാം, on2 ആണെന്ന് പറയാം. ഇപ്പോൾ 1 on2 ആണെങ്കിൽ എന്ത് പറയാം? ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ബൈജക്റ്റീവ് ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ആ ഇൻവേഴ്സ് എന്തായിരിക്കും വരിക? ഇവിടെ പറയുന്ന ഇത് തന്നെയായിരിക്കും ഒരു എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു y-3/2. ദാറ്റ് ഈസ് വൈക്ക് പകരം വേരിയബിൾ മാറ്റിയാൽ മതി. എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു x-3/2 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, ഇതൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. നമ്മൾ എഫ് ഫ്രം R to R given by f of x equal to 2x plus 3 അല്ലേ? ഇവിടുന്ന് ഇവിടേക്ക് R to R. എക്സ് എന്തിലേക്കാണ് പോകുന്നത്? 2x plus 3ലേക്കാണ് പോകുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആറിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? ജി എന്ന് വിളിക്കുക. R to R given by g of x equal to, ഇങ്ങോട്ട് എങ്ങനെ ഇരിക്കും വരിക? 2x plus 3, ഇത് y അല്ലേ? അപ്പോൾ y is equal to 2x plus 3 ആണ്. അപ്പം 2x equal to y-3 ആണ്. അപ്പോൾ x എന്താ വരിക? y-3/2. അപ്പോൾ ഇവിടെ y ഉണ്ടെങ്കിൽ ഈ y എങ്ങോട്ടാണ്? ഇതിൻ്റെ ഇങ്ങോട്ട് ഇവിടെ വരുന്നത് എന്താണ്? y-3/2 ആണ് വരിക. y-3/2. എന്താ ചെയ്യേണ്ടത്? ഇതിന് y എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് y നിന്ന് x കാണുക. അപ്പോൾ y-3/2 ആണ് എന്ത്? തിരിച്ച് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ. ഇനി നോക്കുക, ജി കോമ്പസിറ്റ് എഫ് കണ്ടുവെക്കുക. ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുവെക്കുക. അപ്പോൾ ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ അല്ലേ? എങ്ങനെയല്ലേ എഴുതുക? ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 2x plus 3. 2x plus 3 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് 2x plus 3. ജി ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ ജി ഓഫ് 2x plus 3യോ ഈ വൈൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2x plus 3 എന്ന് കൊടുക്കുക അല്ലേ? ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ എന്ത് കൊടുക്കുക? 2x plus 3 ഇവിടെ കൊടുക്കുക. 2x plus 3 വൈക്ക് പകരം ഈ 2x plus 3 കൊടുക്കുന്നു. -3/2. അപ്പം എന്താ കിട്ടിയത്? 3 കട്ട് ചെയ്ത് പോയി. 2x/2 എന്ന് കിട്ടും. ഈക്വൽ ടു x എന്ന് കിട്ടും അല്ലേ? x എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പസിറ്റ് എഫ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഇവിടുത്തെ എക്സ് എക്സിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറയും ഐഡൻറ്റിറ്റി ആണെന്ന് പറയും. ജി കോമ്പസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഐ അല്ലേ? ഇനി തിരിച്ചു കൊടുക്കുക. എഫ് കോമ്പസിറ്റ് ജി കണ്ടുവെക്കുക. എഫ് കോമ്പസിറ്റ് ജി കണ്ടുവെക്കുക. ഇതുപോലെ തന്നെ എഫ് കോമ്പസിറ്റ് ജി കണ്ടുവെക്കുക. എഫ് കോമ്പസിറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈയിലാണല്ലേ? എഫ് കോമ്പസിറ്റ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് എഴുതാം. എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് വൈ? വൈ മൈനസ് 3/2. വൈ മൈനസ് 3/2 എന്ന് എഴുതാം. വൈ മൈനസ് 3/2 എന്ന് എഴുതാം. ഈ അപ്പോൾ എഫിലെത്തിക്കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് വൈ മൈനസ് 3/2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? എഫ് ഓഫ് എക്സ് അല്ലേ അത്? എക്സിൻ്റെ സ്ഥാനത്ത് വൈ മൈനസ് 3/2 പ്ലസ് 3. 2 കട്ട് ചെയ്ത് പോയി. വൈ മൈനസ് 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ വൈ എന്ന് കിട്ടി അല്ലേ? എഫ് ഓഫ് ജി വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈ വൈയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജിയോ കോമ്പസിറ്റ് എഫ് ഈസ് ഈക്വൽ ടു എഫ് കോമ്പസിറ്റ് ജി ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി അല്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? എഫ് ഈസ് ഇൻവെർട്ടിബിൾ അല്ലേ? എഫ് ഈസ് ഇൻവെർട്ടിബിൾ. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. ദസ് ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അപ്പോൾ വാട്ട് ഈസ് ജി? ജി എന്താ? ജി എന്തായിരുന്നു? വൈ മൈനസ് 3/2. വൈ മൈനസ് 3/2 ആണ് ജി എഫ് വൈ. ജി എഫ് വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് 3/2. അപ്പം ജി എഫ് ഐ എന്താ? ജി ഓഫ് എക്സ് ആക്കി എടുക്കുന്ന നേരം എന്താ വരിക? എക്സ് മൈനസ് 3/2. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയതും ഇത് തന്നെയായിരുന്നു ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് എസ് മൈനസ് 3/2. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻവേഴ്സ് കാണാൻ കഴിയും.